നിങ്ങൾ പറഞ്ഞ തോമസ് കെ തോമസിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? ഇപ്പോൾ ഒരു അയോഗ്യതയാണ് മനോരമ എഴുതിയിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേട്. അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ കേട്ടിട്ടുണ്ടോ? സാമ്പത്തിക ക്രമക്കേട് തോമസ് കെ തോമസ് എന്തെങ്കിലും നടത്തിയതായിട്ടൊന്നുമില്ല. കേസ് എന്ത് കേസാണ് തോമസ് കെ തോമസിന് പേരുള്ളത്? കൊടുത്ത കള്ളക്കേസുകളെല്ലാം പിൻവലിക്കേണ്ടി വന്നു. അത് വളരെ ശക്തമായ ലെവലിൽ പോലീസ് അന്വേഷിച്ചു. അതിൻ്റെ അവസ്ഥ കണ്ടുപിടിച്ചു. ആരാണ് അതിൻ്റെ പുറകിലെന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും ഹൈക്കോടതി ഇരിപ്പുണ്ട്. അത് ഞാൻ കൊടുത്ത കേസാണ്. പാർട്ടി ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം അറിയിച്ചു. അതിനുശേഷവും ഇത് വൈകുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ടോ? അല്ല, വൈകാൻ പാടില്ലല്ലോ. ശരിക്കും ഇന്നലെ തന്നെ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. വൈകുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ട്. അപ്പോൾ ആ കാരണം പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നത്. അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ എത്ര ദിവസത്തേക്കാണ് എന്താണെന്നുള്ളത് വെളിപ്പെടുത്തണം. അതാണ് എൻ്റെ അവസ്ഥ. ഒരു പാർട്ടി തീരുമാനിച്ചിട്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് ഇത് വിട്ടുകൊടുക്കുന്നത് എന്തിനാണ്? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? ഇല്ല, അങ്ങനെ സിസ്റ്റം ഉണ്ടോ നമുക്കറിയത്തില്ല. പക്ഷേ മുഖ്യമന്ത്രി ആണല്ലോ. എൻസിപിയുടെ ധാരണ പ്രകാരം 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം വിഭജിക്കണമെന്ന് ധാരണയുണ്ട്. അത് പാർട്ടി തലത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യം രേഖാമൂലം മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ അത് പാർട്ടിയുടെ കൂടെ ക്ലെയിമിൽ വരുന്ന കാര്യമല്ലേ? അതിൽ ഇങ്ങനെ മുഖ്യമന്ത്രി അവസാന വാക്കായി നിശ്ചയിക്കേണ്ടതുണ്ടോ? അല്ല, ആരെ എടുക്കണം ആരെ എടുക്കണം എന്നുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണുള്ളതാണ്. അത് പാർട്ടിയെ തീരുമാനിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാകാം. അതാണല്ലോ ഞങ്ങൾ പറഞ്ഞ അല്ല, NCPക്ക് അല്ലല്ലോ ബോധ്യപ്പെടുന്നുണ്ട്. അത് മുഖ്യമന്ത്രിക്കല്ലേ ബോധ്യപ്പെടേണ്ടത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ NCPയുടെ അവകാശം ഞങ്ങൾ രേഖാമൂലം കൊടുത്തല്ലോ. ആ തീരുമാനം എടുക്കാനായിട്ട് അദ്ദേഹം ഒരു സമയം ചോദിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ടൈം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇല്ല, നമുക്കങ്ങനെ കൊടുക്കാനൊക്കത്തില്ലല്ലോ. അദ്ദേഹം തന്നെ തീരുമാനിച്ച് പറയണം. എന്തായാലും എന്താണ് തോമസ് കെ തോമസിൻ്റെ അയോഗ്യത എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തണം. അല്ല, അത് ഞങ്ങളുടെ പ്രസിഡന്റാണ്, സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റുമാണ് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനം എടുക്കുമല്ലോ. കാരണം ചുമ്മാതെ ഒരു കാര്യം നീട്ടിക്കൊണ്ട് പോകാനൊക്കത്തില്ല. അതിന് അടിസ്ഥാനപരമായ ഒരു കാരണം വേണമല്ലോ. ആ കാരണം എന്നാണെന്നുള്ള അവർ തീരുമാനിക്കട്ടെ. അത് സംസ്ഥാന പ്രസിഡന്റ് വേണം തീരുമാനിക്കാനത്. തീർച്ചയായിട്ടും അത് തന്നെയല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ ഒരു മലയാള മനോരമ പോലുള്ളൊരു പത്രത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പം രാവിലെ നിയമസഭയിൽ പോകേണ്ട ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയതിൻ്റെ മെയിൻ കാരണം അതാണ്. ഇങ്ങനെ ഒരു ന്യൂസ് വരാൻ പാടില്ല. ഇത്തരം ഒരു ചർച്ചകൾ നടക്കുമ്പോൾ ഇങ്ങനെ വാർത്ത വരുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടെന്ന് വിശ്വസിക്കുന്നു? ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ പേപ്പറിൽ. ഞാൻ ചോദിക്കട്ടെ, അവിടെ സംസാരിക്കാത്ത ഒരു വിഷയം എങ്ങനെ മലയാള മനോരമയിൽ വരുന്നു? അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ കൊടുക്കുന്നു. സാമ്പത്തിക ക്രമക്കേടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. സാമ്പത്തിക ക്രമക്കേട് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ ആരെങ്കിലും പറ്റിക്കണം, അല്ലെങ്കിൽ ആരോടെങ്കിലും വല്ല പണ്ട് ആൾക്കാർ നടത്തിയ പോലെ ഭൂമി ഇടപാടിൽ എന്തെങ്കിലും പൈസ മേടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മറ്റുള്ള രീതിയിൽ ആരെങ്കിലും ചതിച്ച് കാശ് മേടിക്കണം. ഇങ്ങനെയല്ലേ സാമ്പത്തിക ക്രമക്കേടെന്ന് പറഞ്ഞാൽ? അതല്ലേ സംശയം ആ കാര്യത്തിൽ. അല്ല, ആരാണെന്ന് അറിഞ്ഞിട്ടില്ലോ. അല്ല, പാർട്ടിയിലാണോ പാർട്ടിയിൽ വെളിയിലുള്ളവരാണോ നമുക്കറിയത്തില്ല. ഞാൻ ചോദിക്കുന്ന എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടി ഔദ്യോഗികമായിട്ടൊരു കാര്യം തീരുമാനിച്ചു. അത് നേരത്തെ 2021 ശരത് പവാർ പ്രഫുൽ പട്ടേലിന് ഇവിടെ വെച്ച് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ച് 2 മന്ത്രിമാരെല്ലാം NCP നേതാവ് തോമസ് കെ തോമസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം ഇങ്ങനെ നീണ്ടു പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.